So, dear students, today I want to discuss the fourth part of our KEAM 2020 physics question paper. അപ്പോൾ നമ്മൾ ഓൾറെഡി 56 ക്വസ്റ്റ്യൻ വരെ നമ്മൾ 3 വീഡിയോയിലായിട്ട് കണ്ടു. So, we can go through the next question as a 57. The angular width of the first minima on either side of the center maxima due to a single slit of width A illuminated by a light of wavelength lambda. അപ്പോൾ നമുക്ക് ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം. ആൻഡ് സി ദ കേസ്. അപ്പോൾ നമുക്ക് ബി വിഡ്ത്തുള്ള ഒരു സിംഗിൾ സ്ലിറ്റ് ആണെന്നിരിക്കട്ടെ. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന സെപ്പറേഷനിലെ നമുക്കൊരു സ്ക്രീനുണ്ട്. അവിടുത്തെ സെൻട്രൽ മാക്സിമ നമുക്കൊന്ന് വരയ്ക്കാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ദെൻ ഓൺ either സൈഡ് വളരെ ക്വിക്കായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മുടെ ഇൻഡഫറൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസസ് ആകുന്നു എന്ന് നമുക്കറിയാം. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ആംഗുലാർ വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിനിമം പൊസിഷനുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് മിഡിൽ പോയിന്റിൽ നിന്ന് എത്ര ആംഗിളാണോ മേക്ക് ചെയ്യുന്നത്, സോ ദാറ്റ് ഈസ് തീറ്റ. സോ അതിൻ്റെ ഡബിൾ വാല്യൂവിനെയാണ് നമ്മൾ ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇവിടുത്തെ ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡബിൾ തീറ്റ എന്നർത്ഥം. അതിൻ്റെ ലീനിയർ വിഡ്ത്തുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇഫ് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ സെൻട്രൽ മാക്സിമം, if it is x, we can say it is the linear width as 2x. പക്ഷേ ഈ എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് ഫസ്റ്റ് മിനിമ വരെയുള്ള ലെങ്ത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദ nth മിനിമ എന്ന് പറയുന്നത് n ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ബി എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അത് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ ബി അല്ലേ? നമുക്കറിയാം ആംഗുലാർ വിഡ്ത്ത് സ്മോൾ തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ഡിവിഷൻ ബൈ റേഡിയസ് ആയിട്ട് ക്യാപിറ്റൽ ഡി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാംഡ ബൈ ബി എന്ന് കിട്ടത്തില്ലേ? പക്ഷേ നമുക്ക് വേണ്ടത് ടോട്ടൽ ആംഗുലാർ വിഡ്ത്ത് അല്ലേ? സോ ദാറ്റ് ഈസ് 2 തീറ്റ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലാംഡ ഡിവിഷൻ ബൈ ദ വിഡ്ത്ത്. ഹിയർ ദ വിഡ്ത്ത് ഈസ് ഇൻ അവർ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ. സോ യു ഗെറ്റ് ദ വാല്യൂ 2 ലാംഡ ബൈ എ. So we can quote the answer as C as the answer. Then we can move to the question number 58. It is giving the reflected rays completely polarized for a certain angle of incidence in a transparent medium. If the angle of refraction is 30 degree, then the refractive index of the medium is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. നമുക്കറിയാം ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്ന സമയത്ത് ദാറ്റ് റിഫ്ലക്റ്റഡ് റേ ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി യെസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്, ബട്ട് ദാറ്റ് കറസ്പോണ്ടിങ് റിഫ്രാക്റ്റഡ് റേ ഈസ് പാർഷ്യലി പോളറൈസ്ഡ്. ആ ആംഗിളിനെയാണ് നമ്മൾ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ ബ്രൂസ്റ്റേഴ്സ് നിയമപ്രകാരം നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തു ആസ് എ ടാൻ തീറ്റ പി, ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മ്യൂ ആണ്. സോ വി നീഡ് മ്യൂ. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ദിസ് ഈസ് ദ റിഫ്ലക്റ്റഡ് റേ, ദിസ് ഈസ് വാട്ട് റിഫ്രാക്റ്റഡ് റേ. ബട്ട് ഇറ്റ് ഈസ് ഗിവൺ, ഈ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ഡിഗ്രി. ഈ ആംഗിൾ എത്രയായിരിക്കും? യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് അനദർ കൺസെപ്റ്റ്. ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആണ് തീറ്റ പി എങ്കിൽ ഓർക്കണേ, റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ 90 ഡിഗ്രി മേക്ക് ചെയ്തിരിക്കും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പാലിക്കുന്നത് കൊണ്ട് ഇത് തീറ്റ പി ആണെങ്കിൽ ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് തീറ്റ പി തന്നെയായിരിക്കും. ഈ വെർട്ടിക്കൽ ലൈൻ ബേസ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചേ. അത് 180 ഡിഗ്രി ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ അത് തീറ്റ പി പ്ലസ് 90 പ്ലസ് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. സോ 180 മൈനസ് 90 എന്ന് പറയുന്ന 90 വാല്യൂ എന്ന് പറയുന്നത്
theta p plus 30 degree ആയിട്ട് മാറിയില്ലേ? That r is given as a 30 degree. So angle of polarization എന്ന് പറയുന്നത് 90 minus 30 ആയിട്ട് മാറി. So we get the value as a 60 degree. എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് നമുക്ക് പറയാം നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് tan 60 ആയി മാറി. Tan 60 is √3. So you get the answer 1.732. So B is the answer. നല്ലൊരു ക്വസ്റ്റ്യൻ. And see number 59. A certain prism produces a minimum deviation of delta minimum that is given as 42 degree. It produces a deviation of 45 degree when the angle of incidence is either 43 or 62. So നമ്മുടെ deviation versus angle of incidence നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ the curve is like this one. So ഒരു പർട്ടിക്കുലർ കേസ് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ I1 എന്ന് പറയുന്നു, ഇവിടുത്തെ വാല്യൂ I2 എന്ന് പറയുന്നു. I1 എന്ന് പറയുന്നത് 43 എന്ന് പറയുന്നു, I2 എന്ന് പറയുന്നത് 62 എന്ന് പറയുന്നു. പക്ഷെ ഡെൽറ്റ ഈസ് ഗിവൻ ആസ് 45. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് I പ്ലസ് ഇ എന്ന് പറയുന്നത് ഡെൽറ്റ പ്ലസ് എ എന്ന് നമുക്ക് വളരെ മനോഹരമായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡെൽറ്റയാണ് നമുക്ക് കിട്ടിയത്, പക്ഷേ 2 വാല്യൂസ് ഓഫ് I1 ആൻഡ് I2. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഐയും ഇയും പരസ്പരം മാറിയാലും നമുക്ക് ഒരേ വാല്യൂ തന്നെ നമുക്ക് ഡെൽറ്റ കിട്ടത്തില്ലേ? അങ്ങനെയാണെങ്കിൽ സോ ദാറ്റ് ഈസ് ദ കേസ് ഹിയർ. നമുക്ക് ഉറപ്പിച്ച് പറയാം ആ തന്നിരിക്കുന്ന വാല്യൂ ആയിട്ടുള്ള I പ്ലസ് ഇ ആയിട്ട് നമുക്ക് I1നെയും I2വിനെയും നമ്മൾ കരുതുകയാണെങ്കിൽ 43 പ്ലസ് 62 എന്ന് പറയുന്നത് ഡെൽറ്റ ഇറ്റ് ഈസ് ഗിവൻ ആസ് 45 എസ് പ്ലസ് എ. അങ്ങനെയാണെങ്കിൽ 43 പ്ലസ് 62 എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് 105. So that is equal to 45 plus a. So we get the angle of നമ്മുടെ angle of the prism. We get the value as 105 minus 45. So you get the value as 60 degree. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് the angle of incidence when the prism undergoes minimum deviation. അപ്പോൾ മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം ഐയും ഇയും സെയിം ആയി മാറി. അങ്ങനെയാണെങ്കിൽ 2i എന്ന് പറയുന്നത് ഡെൽറ്റ മിനിമ പ്ലസ് എ ആയിട്ട് മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ മിനിമ പ്ലസ് എ ദ ഡിവിഷൻ ബൈ 2. ഡെൽറ്റ മിനിമ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, പ്ലസ് ആംഗിൾ ഓഫ് ദ പ്രിസം ആസ് 60 ദ ഡിവിഷൻ ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 102 ദ ഡിവിഷൻ ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 51 ഡിഗ്രി. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ നമുക്ക് ഡി ആൻസർ ആയിട്ട് കിട്ടി. Number 60. Two waves of intensities I and 4i superimpose the ratio between the maxima and minimum intensity. Intensity variation നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1A2 കോസ് ഫൈ ആയിട്ട് മാറുമ്പോൾ കറസ്പോണ്ടിംഗ്ലി നമുക്കറിയാം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ റിസൾട്ടൻ്റ് വാല്യൂ എന്ന് പറയുന്നത് I1 പ്ലസ് I2 പ്ലസ് 2√I1 √I2 കോസ് 5. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. പക്ഷെ ഇവിടെ പറയുന്ന കേസ് എന്ന് പറയുന്നത് I1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് I ആൻഡ് I2 ടേക്ക് ദ വാല്യൂ ആസ് 4i. വാട്ട് ഈസ് ദ കേസ് ഫോർ ദ മാക്സിമം? ദാറ്റ് മാക്സിമം വാല്യൂ when happen when cos 5 take the maximum value, that is 1, that is 5 is equal to 0 എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് എഴുതാൻ പറ്റും I1 as I plus 4i plus 2 into root I into 4i. So that is equal to 5i plus 2 into 2i. So that is equal to 9i ആയിട്ട് നമുക്ക് കിട്ടി. സിമിലർലി നമ്മുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു കൺസെപ്റ്റ്, എപ്പോഴാണ് ഇൻറ്റൻസിറ്റി മിനിമം ആകുക? കോസ് ഫൈയുടെ വാല്യൂ മിനിമം ആകുമ്പോൾ അത് -1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ I1 എന്ന് പറയുന്ന I പ്ലസ് എസ് 4i കോസ് 5 -1 വരുമ്പോൾ 2 ഇൻറ്റു റൂട്ട് I ഇൻറ്റു 4i. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5i minus 2 into 2i. So that is equal to 5i minus 4i as I. So we needed to find what is the ratio of I max by I minima. രണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ
നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടി 9i/i. So that is equal to 9:1. So we get the answer as A. So simple but very good concept. Number 61. Among the following photosensitive substances, the one which emits electrons when it is illuminated by visible light. So that we should know what I mean by the work function required. ഓരോ ഒബ്ജക്റ്റിന് ഓരോ സബ്സ്റ്റൻസിൻ്റെ വർക്ക് ഫങ്ഷൻ നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം ദ എമൗണ്ട് ഓഫ് മിനിമം എനർജി നീഡഡ് ടു നോക്ക് ഔട്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദ സർഫേസ്. അവിടെ നമ്മുടെ വിസിബിൾ ലൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ വി നോ ദ വേവ് ലെങ്ത് റേഞ്ചസ് ഫ്രം 400 നാനോമീറ്റർ ടു ആസ് എ 700 നാനോമീറ്റർ. അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ എനർജിയുടെ റിലേഷൻ ആസ് h/c/λ അത് ജൂളിലേക്ക് കിട്ടി. അവനെ നമ്മൾ ഇലക്ട്രോൺ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കിട്ടി. ഓർത്തിരിക്കുക, നമുക്ക് 2.8 ഇലക്ട്രോൺ വോൾട്ട് തുടങ്ങി ദാറ്റ് 700 നാനോമീറ്റർ വരുമ്പോൾ ഒരു 1.8 ഇലക്ട്രോൺ വോൾട്ട് വരെ അത്രയും മിനിമം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് വേണ്ടി വരും ഇൻ ഓർഡർ ടു നോക്ക് ഔട്ട് ദാറ്റ് വൺ. സോ വിസിബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഫങ്ഷൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സോഡിയം എലിമെൻറ്റിനാണ്. അതിൻ്റെ വർക്ക് ഫങ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 2.75. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് കൺസെപ്റ്റ്. സോ സി എസ് ദി ആൻസർ. Number 62. The de Broglie wavelength of matter waves associated with an object dropped from a height h. H ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു ബോഡി ഡ്രോപ്പ് ചെയ്താൽ when it reaches the ground is proportional to. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് de Broglie wavelength എന്ന് പറയുന്നത് h/p ആണ്. നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറയുന്നത് m/v ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് വേരിയബിളായിട്ടുള്ള 1/v തുല്യമാണ്. പക്ഷേ എക്സ് ഹൈറ്റിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അവന് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം √2g/x ആണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു 1/√2gx. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു x⁻². സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബി ആൻസർ ആയിട്ട് പറയാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്പർ 63. The number of alpha particles emitted during radioactive decay from it is given as Ra 80I to 226 to the ending one as Pb 82 to 206. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൽഫ ഡീക്കെ വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. എസ്പെഷ്യലി നമ്മുടെ മാസ് നമ്പർ വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഡിക്രീസസ് ബൈ 4 when 1 alpha is emitted. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത് 226 ആണ്. അത് എൻഡ് ആകുമ്പോൾ അത് 206 ആയിട്ട് മാറി. അങ്ങനെ വരുമ്പോൾ ഡിഫറൻസ് ഇൻ ആറ്റമിക് നമ്പർ മാസ് നമ്പർ എന്ന് പറയുന്നത് 20 ആയിട്ട് മാറി. സോ ഇവിടെ നമുക്ക് എത്ര ആൽഫ പാർട്ടിക്കിൾ പുറത്തു പോയി എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഓരോ ആൽഫ പാർട്ടിക്കിൾ പുറത്തു പോകുമ്പോൾ 4 വ്യത്യാസമാണ് സംഭവിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് 20/4 ആയിട്ട് മാറുന്നു. സോ ദ നമ്പർ ഓഫ് ആൽഫ എമിറ്റഡ് ഈസ് 5. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് A. സോ ദാറ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്പർ 64. The shortest wavelength of Pascal series in hydrogen spectrum is 8182 Armstrong. The first member of the Pascal series is. അപ്പോൾ നമുക്കിവിടെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിൻ്റെ കണ്ടീഷനാണ് നമുക്ക് പറയുന്നത്. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് നമ്മുടെ പാസ്കൽ സീരീസിൻ്റെ. അപ്പോൾ പാസ്കൽ സീരീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ N1 എന്ന് പറയുന്നത് നമുക്കറിയാം 3 ആണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം N2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ 1/λ ടേക്ക് ദ വാല്യൂ ആസ് r into 1/n1² minus 1/∞². So that value is given as the initial one as say λ1, the shortest one. So 1/λ is given as 8182 Armstrong. That value is r into 1/n1² as 3². So from that you get the value for r. നമുക്ക് r-ന്റെ വാല്യൂ നമുക്ക് കിട്ടും as 9 division by 8182 Armstrong. പക്ഷെ രണ്ടാമത് പറയുന്നത് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ പാസ്കൽ സീരീസ്. അപ്പോൾ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് നമ്മൾ λ2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ
we can say as 1 by n1 square minus 1 by n2 square. So here n1 is the 3, and what is the first member? So it should be from 4 to 3. So we can write easily as 1 by 9 minus 1 by 16. So that is equal to r into 16 minus 9 by 9 into 16. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് the value is the value of lambda 2. So that is equal to r into 16 minus 9. So that is simply as 7, that division by 9 into 16. അപ്പോൾ നമുക്ക് വേണ്ടത് lambda 2 ആണ്. So lambda 2, take the value as is equal to simply 9 into 16 by r into 7. But r is what? That is 9 by 8182 Armstrong. So 9 9 cancel. So you can easily solve it. And roughly we can say this value is 18700 Armstrong. So D is the answer for question number 64. So നമ്മുടെ മോഡേൺ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 2020 ചോദിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. A nucleus, that is a question number 65. A nucleus initially at rest breaks up into nuclear fragments with their radii in the ratio 2:1. So we can say that R1 by R2 equal to 2 by 1. What is the velocity in the ratio? So നമുക്ക് ഇവിടെ ഒരു collision എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ momentum before the collision should equal to momentum initial. That is a very important concept. അത് റെസ്റ്റിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം 0 should be equal to m1 v1 plus m2 v2. So in magnitude we can say m1 v1 should equal to m2 v2. നമ്മുടെ എയിം എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ v1 by v2 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് m2 by m1 ആയി. പക്ഷെ നമുക്കറിയാം ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ന്യൂക്ലിയസിനെ സംബന്ധിച്ചിടത്തോളം. സോ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവിഷൻ ബൈ വോളിയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാസ് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ് റേഡിയസ് ക്യൂബിന്. സോ നമുക്ക് റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതുമ്പോൾ പറയാം R2 by R1 the whole cube ആണ്. സോ ഇവിടെ R1 by R2 എന്ന് പറയുന്നത് 2 by 1 എന്ന് പറയുകയാണെങ്കിൽ സോ R2 by R1 എന്ന് പറയുന്നത് 1 by 2 raised to 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം as a 2 cube. So that is equal to 1 by 8. So we get the answer for the question as 65 as C as the answer. A good question. Number 66. ഇവിടെ പറയുന്നത് the ratio of energy released by 4 kilogram of hydrogen at sun by fusion process to 23.5 kilogram of uranium 235 in the nuclear reactor fission process. ഇപ്പോൾ രണ്ട് പ്രോസസ്സാണ്. ഫ്യൂഷൻ പ്രോസസ്സിൻ്റെ എനർജി ബൈ ഫിഷൻ പ്രോസസ്സിൻ്റെ എനർജി എത്രയാണ്? It is given the energy released per fusion is per fusion, that energy released is given as 26 MeV, and per fission, that is a very important concept, so that is given as 200 MeV. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്യൂഷൻ്റെ കൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ആറ്റംസ് ഒരുമിച്ച് ചേർന്ന് മിനിമം ഹീലിയം ഉണ്ടാകുന്നു എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. അങ്ങനെയാണെങ്കിൽ 1 gram ഓഫ് ഹൈഡ്രജൻ കണ്ടൈൻസ്, നമുക്കറിയാം എത്ര ആറ്റംസ് ഉണ്ട്, അവഗാഡ്രോ നമ്പർ എന്ന് നമുക്കറിയാം 10⁻23 ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് ഫ്യൂഷന് വേണ്ടി എത്ര കിലോഗ്രാം ഓഫ് ഹൈഡ്രജനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്? 4 kilogram ഓഫ് ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കേണ്ടത്. So that is equal to 10⁻³ into 6.023 into 10⁻23. So that much atoms ആണ് നമുക്ക് ഫിഷന് വേണ്ടി ഉള്ളത്. നമുക്കറിയാം 4 ഹൈഡ്രജൻ ആറ്റംസ് ഒരുമിച്ച് ചേർന്ന് ഒരു ഹീലിയം ആറ്റമായിട്ട് മാറി എന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ഫ്യൂഷൻ കൺസെപ്റ്റിൽ എനർജി റിലേഷേഷൻ E1 എന്ന് ആണെങ്കിൽ നമുക്കറിയാം ഹൗ മച്ച് ടോട്ടൽ ആറ്റംസ് ആണ് അവിടെ ഉള്ളത്? 4 into 10⁻³ into 6.023 into 10⁻23. പക്ഷെ 4 പേര് ചേരുമ്പോഴാണ് ഒരു പ്രോസസ്സ് നമുക്ക് നടക്കുന്നത്.
സോ ഡിവിഷൻ ബൈ 4. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു പെർ ഫിഷന് നമുക്കറിയാം 26 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ടോട്ടലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇൻറ്റു 26. അതാണ് നമ്മുടെ ഫ്യൂഷനിൽ വഴി പുറത്തു വരുന്ന എനർജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിഷൻ്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്കറിയാം, 235 ഗ്രാം ഓഫ് യുറേനിയം എന്ന് പറയുന്നതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? വീണ്ടും നമ്മുടെ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് നമുക്കുണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 23.5 കിലോഗ്രാം എന്നാണ് നമ്മളോട് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? സോ 23.5 ഇൻറ്റു 10⁻³ ഓഫ് 6.023 ഇൻറ്റു 10⁻23, അത്രയും എലിമെൻ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൗ മച്ച് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഫിഷൻ നടക്കുന്ന സമയത്ത് എത്ര എനർജി പോകുന്നുണ്ട് എന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു അപ്പോൾ ഇവിടെ 23 ഗ്രാം യുറേനിയം വരുമ്പോൾ ഇത്ര ആറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ 1 ഗ്രാമിന് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എത്ര ആയിരിക്കണം? സോ ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ 0.25. അത് ഓർമ്മയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 23.5 കിലോഗ്രാമിന് എത്രയായിരിക്കും? ദിസ് മച്ച് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഫൈൻ, ഗുഡ്. സോ അങ്ങനെ നമുക്കത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഷനിൽ നിന്ന് 200 MeV ആണെങ്കിൽ ടോട്ടൽ എനർജി എത്രയായിരിക്കും വരുന്നത്? സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 6.023 ഇൻറ്റു 10⁻25 ഇൻറ്റു 200 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ടു ഫൈൻഡ് വാട്ട് ഈസ് ഈവൻ ബൈ ഇറ്റ്. സോ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ 260 by 200 and we get the value as 13/10. So that is a very important concept. So we get the answer as a C. So that is a question number 66. A good question is waiting. If the germanium diode in the circuit is reverse biased, the current through 2 kilo ohm resistor is. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാരലൽ നെറ്റ്വർക്കാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കാം ആദ്യത്തെ കേസിൽ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സീരിയസ് കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് ആ ഡയോഡുകൾക്കിടയ്ക്ക് ഒരു എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നു. പിന്നെ നമ്മുടെ 2 കിലോ ഓം വരുന്നു. സോ ദാറ്റ് ഈസ് ദ 15 വോൾട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അങ്ങനെ വരുമ്പോൾ ഈ ഡയോഡിനിടയ്ക്ക് എന്ത് പൊട്ടൻഷ്യലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്ന കൺസെപ്റ്റ്. നമുക്കറിയാം അത് ജർമേനിയം ആണെങ്കിൽ ഇറ്റ് ഈസ് റഫ്ലി 0.3 വോൾട്ട് എന്ന് നമുക്കറിയാം. ആൻഡ് സിലിക്കൺ ആണെങ്കിൽ നമുക്കറിയാം അറൗണ്ട് 0.7 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റ്, ഈ പാരലൽ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് മിനിമം 0.7 വോൾട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ എപ്പോഴും ഉണ്ടായേ പറ്റൂ. അപ്പോൾ ആ 0.7 വോൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വരുന്നു. അപ്പോൾ 15 വോൾട്ട് 2 കിലോ ഓമിനിടയിൽ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നു എന്ന് വിചാരിച്ചാൽ 15 - 0.7 വോൾട്ട് ആണ് ആദ്യത്തെ കേസിൽ വരിക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ എന്താണ്? അപ്പോൾ രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ജർമേനിയം റിവേഴ്സ് ബയസ്ഡ് ആകുകയാണ്. പക്ഷെ അപ്പോഴും സിലിക്കൺ ഉണ്ട്. ആ സിലിക്കണിൻ്റെ 0.7 വോൾട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ 2 കിലോ ഓമിനിടയ്ക്കുള്ള പൊട്ടൻഷ്യലിന് വീണ്ടും ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഇ എന്ന് നമുക്ക് പറയാം. സോ ദർ ഈസ് നോ ചേഞ്ച്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, എ ഗുഡ് കൺസെപ്റ്റ്. നമ്പർ 68. The contribution to the total current in a semiconductor due to the electrons and holes are. അപ്പം ഇലക്ട്രോണിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് 0.75ഉം ഹോളിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് 0.25 ആണ്. The drift velocity of electron is 3/2 times of the drift velocity of hole. Then the ratio between electron concentration and hole concentration is. So our aim is to find NE by NH.
അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഐ എന്ന് പറയുന്നത് NEAV എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N is equal to I division by EA into V എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസസ് ആയിട്ട് നമുക്ക് പറയാം. NE/NH എന്ന് പറയുന്നത് IE ബൈ റേഷ്യോ എടുക്കുമ്പോൾ ഏരിയ സെയിം ആയതുകൊണ്ട് പോയി, ഈ സെയിം ആയതുകൊണ്ട് നമുക്ക് പോയി. സോ IE/IH ഇൻറ്റു VE/VH എന്ന് നമുക്ക് പറയാം. IE എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ആസ് 0.75/0.25 into VH. So it is given that VE is 3/2 times of VH. So 25 it becomes a 3. So 2 on the numerator ആയിട്ട് വരുന്നു. 3 cancel. So you get the answer as 2:1. So for 68 we can quote the answer as E. So simple concept. Number 69. In a common emitter amplifier, the input resistance is given as the output resistance are 200 and 500 ohm respectively. If the voltage gain of the amplifier is 50, voltage gain is given as 50, but we know the voltage gain is what? That is potentially is current into resistance. So voltage gain is what? The current gain into resistance gain. So that beta into the resistance gain is RO by RN. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീറ്റ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. AV into R in division by RO. AV is what? It is given as 50 into R in as 200 by as 500. So 5 it becomes 20. That is the current amplification factor or current gain. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? The power gain is. Power gain എന്ന് പറയുന്നത് voltage gain into S beta, that is a value. So that is equal to AV is what? 50 and beta is what? 20. So 5 into 20, 5 into 2 as 10. So you get the value as 1000. So we get the answer as B. So that is question number 69. Number 70. The gates that give output Y is equal to 0 for the two inputs of A equal to 1 and B equal to 1. ഇപ്പോൾ സാധാരണ നമ്മുടെ ഓർ ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ആൻഡ് എടുക്കുമ്പോൾ അവിടെ മാത്രമേ നമുക്ക് രണ്ട് ഇൻപുട്ടുകൾ വരുന്നുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ട്രൂത്ത് ടേബിൾ ഒരിക്കലും നമുക്ക് എയും ബിയും 1 ആകുന്ന സമയത്ത് വൈ എന്ന് പറയുന്നത് 0 ആകില്ല. പക്ഷെ നമുക്കറിയാം അവിടെ നോർ എന്ന് പറയുന്ന നാൻഡ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഗേറ്റ്സുകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആ യൂണിവേഴ്സൽ ഗേറ്റ്സിൽ എസ്പെഷ്യലി നമുക്കറിയാം നാൻഡ് ഗേറ്റ് എടുക്കുന്ന സമയത്ത് 1 എന്ന് പറയുന്നത് 0 ആകും. പക്ഷേ ആ നാൻഡ് ഓപ്പറേഷൻ തന്നെ നമുക്ക് നോർ ബേസ് ചെയ്തും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഡി ആസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 70 ടു ഗെറ്റ് y is equal to 0. കാരണം നമ്മുടെ നോർ ഉപയോഗിച്ച് നോട്ട് ഗേറ്റ് ഉണ്ടാക്കുന്നതിന് വളരെ ഈസിയാണ്. സോ അത് വെച്ചിട്ടും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആക്കി എടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് 70. Number 71. In amplitude modulation, the audio frequency is 700 Hz. നമുക്കറിയാം AM എന്നുള്ള പറയുന്നതിൽ ഉപയോഗിക്കുന്ന ബാൻഡുകൾ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നമ്മൾ സാധാരണ രൂപത്തിൽ സ്പീച്ച് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന മീഡിയം വേവ് ബാൻഡ് ഉൾപ്പെടെയുള്ള കൺസെപ്റ്റ്സുകൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം മീഡിയം വേവ് ബാൻഡിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 MHz തുടങ്ങി 1.5 MHz വരെയാണ്. സോ ഉറപ്പായിട്ടും സ്പീച്ച് ട്രാൻസ്മിഷന് വേണ്ടി എന്ന് പറയുമ്പോൾ 300 തുടങ്ങി 3100 ഹെർട്സ് വരെയുള്ള ഓഡിയോ സിഗ്നൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ദിസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ AM ട്രാൻസ്മിഷൻ. സോ ഇറ്റ് ഷുഡ് ബി 1 MHz. സോ സിംപ്ലി സി നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. സോ വി ക്യാൻ think with the last question of KEAM 2020. Thank God. The maximum line of sight distance between the transmitting antenna of height HT and the receiving antenna of height HR in line of sight communication. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ
ഒരു HT ഹൈറ്റുള്ള ഒരു ആൻറ്റിന ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൊറൈസൺ എന്ന് പറയുന്നത് DT ആയിട്ട് എടുക്കുകയാണെങ്കിൽ, പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് വഴി ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ ഹൊറൈസണിൽ അപ്പുറത്തുള്ള HR എന്ന് പറയുന്ന ഒരു ഹൈറ്റിലുള്ള ഒരു ആൻറ്റിന ഉണ്ടെങ്കിൽ have the chance to get it. But if it is the range are marked as DR, then ഈ HT ഹൈറ്റിൽ നിന്ന് വരുന്ന റേസിനെ HR ഹൈറ്റിലുള്ളവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്കിൽ അവ തമ്മിലുള്ള മാക്സിമം സെപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് DT പ്ലസ് DR ആയിട്ട് നമുക്ക് പറയാം. വാട്ട് ഈസ് DR? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2R HT, ദാറ്റ് ഈസ് പ്ലസ് റൂട്ട് ഓഫ് 2R HR. ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. So we can say the answer as E72. So students, thank you for the support. So please share this channel to your friends. Take care. God bless you. Thank you.